നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ കാര്യം പറമോനെ പറ. പ്രമാണം എടുത്തു മാറ്റിയത് ഞാനാച്ച. മോനെ ജഗ, രാത്രിയെ പകലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എന്റെ മകൻ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. 2 മണിയായി, അച്ഛൻ ഉറക്കൊന്നുമില്ലേ? എങ്ങനെ ഉറങ്ങാനാ? യുവജന നേതാവിന്റെ പ്രവർത്തന റിപ്പോർട്ട് കിട്ടാതെ മുതിർന്ന നേതാവിന് ഉറങ്ങാൻ പറ്റില്ല. ആട്ടെ, ഇന്നത്തെ സൽപ്രവൃത്തികളെല്ലാം കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. എന്തായിരുന്നു ഇന്നത്തെ തിരക്ക്? മാധവൻ അങ്കിളിന്റെ ഒരു ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. എന്നിട്ട് പരിഹരിച്ചായിരുന്നു? ഒരുവിധം. അച്ഛാ അച്ഛാ, എന്താ മോനെ? എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്റെ ഏറ്റവും അടുത്ത പാർട്ടി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു. പക്ഷേ ആരും പണം തരാൻ തയ്യാറായില്ല. അതെന്താ അങ്ങനെ? എനിക്ക് പണം തരാൻ പാടില്ലെന്ന് ആരോ പറഞ്ഞു വിലക്കിയിട്ടുണ്ടോന്നാണ് എന്റെ ബലമായ സംശയം. ആരോ വിലക്കിയിട്ടുണ്ടെന്നോ? XMLA കരുണാകരക്കുറുപ്പിന്റെ മകൻ ജഗന് പണം കൊടുക്കരുതെന്ന് പറയാൻ മാത്രം ധൈര്യം പാർട്ടിയിൽ ആർക്കാടാ ഉള്ളത്? ഗ്രഹണ സമയത്ത് നീർക്കൂലിയും തലയെടുക്കുമെന്നാണല്ലോ. അതുപോലെ ഏതോ ക്ഷുദ്രജീവികളാ എനിക്ക് പാര വെച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാം. അന്വേഷിക്കൊന്നും വേണ്ട. ആരാ ശത്രു ആരാ മിത്രം എന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. തന്നെക്കാളും തന്റെ മകൻ കേമനാകാൻ പാടില്ല എന്നുള്ള പെരുന്തച്ഛൻ ബുദ്ധി ആർക്കും നല്ലതല്ല. അത് നല്ലതല്ല, ആർക്കും നല്ലതല്ല. അതെ, നമുക്ക് തൽക്കാലം ഈ വിഷയം വിടാം. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റ് അധികാരം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് ഞാൻ. നഷ്ടപ്പെട്ട അധികാരവും സ്ഥാനമാനങ്ങളും എനിക്ക് തിരിച്ചു പിടിക്കണം. മോനെ ജഗ, ശക്തമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂന്ന് നിനക്കറിയാലോ? അറിയാം. അത് ചെയ്യാതെ കാൽ കാശിന് ഗതിയില്ലാത്തതിന്റെ പിറകെ നടന്ന് സ്വന്തം ഭാവി തൊലയ്ക്കല്ല വേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാവണോ നിനക്ക്? മനസ്സിലായി. എന്തു മനസ്സിലായി? മാധവനങ്ങളുടെ ഭാര്യ ചന്ദ്രികാമ്മ ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീയാ. അവരുടെ ദുരന്തങ്ങൾ കണ്ടു നോക്കി നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അവരുടെ കാര്യങ്ങളിൽ ഇടപെടും. നിന്നെ രാത്രി കിടന്നുറങ്ങാൻ നോക്കാതെ രഹസ്യം ചോർത്താൻ വന്ന് നിൽക്കണല്ലടാ. എന്റെ ഭാര്യ ഉറങ്ങിയോ? പിന്നെ എന്ത് മാങ്ങ പറിക്കാനാണ് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പോടാ, അവളുടെ കൂടെ പോയി കിടക്കണ. പോടാ. ജഗൻ, ഞാഞ്ഞൂലായ അവൻ എന്റെ നേരെ പത്തിയെടുക്കാൻ തുടങ്ങി. ഇവിടെ ആകെപ്പാടൊരു ദുരൂഹത ഫീൽ ചെയ്യുന്നില്ലേ? എന്റെ മോളെ മാധവന്റെ മോൻ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ടിപ്പോ ജഗനെ വന്ദന വളച്ചെടുത്തു.
വിട്ടുകൂടാ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. മോനെ, മനോജേ, ദാ, മനോജേ, മോനെ, മാപ്പ് തരണോ അച്ഛാ? എനിക്ക് മാപ്പ് തരണം. മനോജേ, നീ എഴുന്നേക്ക്, എഴുന്നേക്ക്. നീ എന്തിനാണ് കരയുന്നേ? ഞാനൊരു പാപിയാണ് അച്ഛ. ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ എന്റെ അച്ഛനോട് ചെയ്തത്. നീ കാര്യം പറ മോനെ. അച്ഛൻ വേണമെങ്കിൽ നീ തല്ലിക്കോ, കൊന്നോ. അച്ഛൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അച്ഛനോട് ചെയ്ത തെറ്റിന് പകരാവില്ല. മോൻ എന്റെ പൊന്നു മോനല്ലേ, അതിന് മാത്രം എന്ത് ദ്രോഹം എന്നോട് ചെയ്തത്? അച്ഛന്റെ മക്കളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തല്ലിത്താർന്ന ദുഷ്ടനാണ് ഞാൻ. ഈ വീട്ടിലെ മുടിയിലായ പുത്രനാ അച്ഛന്റെ വിശ്വാസം തല്ലി തകർത്തവൻ. നീ കാര്യം പറ മോനെ, പറ. ആ പ്രമാണം എടുത്തു മാറ്റിയത് ഞാനാ അച്ഛാ. അതെ അച്ഛ, എനിക്ക് പറ്റിപ്പോയി. അച്ഛന്റെ പ്രതീക്ഷകൾ തച്ചോടിച്ച് എന്നെ കൊല്ലച്ചാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.